പരീക്ഷാ കഹാനിയുടെ നെക്സ്റ്റ് പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവർ പ്ലീസ് അത് പോയി ഒന്ന് കണ്ടു നോക്കൂ. അതിനുശേഷം ഇത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കിടക്കാം. അന്ധേര ഹോ ഗയാ था इस मैदान से जरा दूर हटकर एक नाला था उस पर कोई पुल नहीं था. ഇരുട്ടാവുന്ന സമയത്ത് ഈ പറമ്പിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു ഓവുചാലുണ്ടായിരുന്നു. പക്ഷെ അതിൽ പാലമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രിഡ്ജില്ലാത്ത കാരണം കൊണ്ട് തന്നെ ആൾക്കാർ നടന്നിറങ്ങിയിട്ടാണ് അത് കൂടെ നടന്നിരുന്നത്. യാത്രക്കാർ ഓടയിലൂടെ ഇറങ്ങി നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. खेल अभी बंद ही हुआ था और खिलाड़ी लोग बैठे दम ले रहे थे कि एक किसान अनाज से भरी हुई गाड़ी लिए उस नाले में आया. അതായത് ഈ ഒരു കളി കഴിഞ്ഞു എന്ന രീതിയിലായപ്പോഴാണ് അവിടെ ഒരു കർഷകൻ ഈ ഓവുചാലിലേക്ക് വണ്ടി നിറയെ ധാന്യങ്ങളുമായിട്ട് വന്ന് ഇറങ്ങിയത് എന്നാണ് പറയുന്നത്. ലേക്കിൻ കുച്ച് തോ നാലെ മേ കീച്ചड़ था और कुछ उसकी चढ़ाई उतनी ऊंची थी कि गाड़ी ऊपर न चढ़ सकती थी. അതായത് കുറച്ചൊക്കെ ആ ഒരു ഓവുചാലില് ചളി നിറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചെരിവ് കാരണം കൊണ്ട് മുകളിലേക്ക് കയറാൻ ആ വണ്ടിക്ക് ഇത്തിരി പ്രശ്നമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. वह कभी बैलों को ललकारता कभी पहियों को हाथ से ढकेलता लेकिन बोझ अधिक था और बैल कमजोर थे. അതായത് ഈ കർഷകൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളകളെ ഉറക്കെ വിളിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിർദ്ദേശം കൊടുക്കുമായിരുന്നു. ചില സമയത്ത് ചിലപ്പോൾ കൈകൊണ്ട് തന്നെ ചക്രങ്ങൾ തള്ളി മുന്നോട്ട് പോകുന്ന രീതിയിൽ അദ്ദേഹം പുഷ് ചെയ്യായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ढकेलता എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ചെയ്യുക. ഗാഡി ऊपर को न चढ़ती और चढ़ती भी तो कुछ दूर चढ़कर फिर खिसककर नीचे पहुंच जाती. അതായത് ഈ ബേൽഗാഡി മുന്നോട്ട് കാളവണ്ടി മുന്നോട്ട് പോകുന്നില്ല, കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ പിന്നെയും സ്ലിപ്പായി താഴേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിസാൻ ബാർ ബാർ जोर लगाता और बार बार झुंझलाकर बैलों को मारता लेकिन गाड़ी उभरने का नाम ही नहीं लेती. കർഷകൻ ഒരുപാട് നിരാശയായിട്ട് കാളകളെ പിന്നെയും തള്ളുകയും തല്ലുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ വണ്ടി മുന്നോട്ട് ഒരടി നീങ്ങുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേച്ചാറ ഇധർ ഉധർ നിരാശ് ഹോക്കർ താക്താ മഗർ വഹാ കോയി സഹായക് നസർ നാത്ത. അതായത് കർഷകൻ വിചാരിക്കുകയാണ് ആരെങ്കിലും അദ്ദേഹത്തിന് സഹായിക്കുമോ എന്ന് നോക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. പക്ഷേ ആരും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗാഡി കോക്കയിലെ ചോടുക കഹി ജാ ഭി നഹി സക്ത. ഒറ്റയ്ക്ക് വണ്ടി വിട്ടിട്ട് എങ്ങും പോകാനും അദ്ദേഹത്തിന് പറ്റുന്നില്ല. बड़ी आपत्ति में फंसा हुआ था. इस बीच में खिलाड़ी हाथों में डंडे लिए घूमते घामते उधर से निकले. ആകപ്പാടെ പ്രശ്നമായിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന സമയത്തായിരുന്നു ഈ അലഞ്ഞു തിരിഞ്ഞ ആ കളിക്കാർ ആ സമയത്തായിരുന്നു അതിലൂടെ നടന്ന് മുന്നോട്ട് പോയത്. किसान ने उनकी तरफ सहमी हुई आंखों से देखा परंतु किसी से मदद मांगने की साहस न हुई. എന്ന് വെച്ചാൽ കിസാൻ വളരെയധികം സഹതാപത്തോടെ അവരെ അതായത് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്ന് ആ ഒരു കണ്ണുകളിൽ ആ ഒരു ആശയോട് കൂടിയിട്ട് അവർ നോക്കുകയാണ്. പക്ഷേ ആരും അദ്ദേഹത്തിന് സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. खिलाड़ियों ने भी उसको देखा मगर बंद आंखों से जिनमें सहानुभूति न थी उनमें स्वार्थ था मद था മഗർ ഉദാർത്ത ഓർ വാത്സല്യ കാ നാം ഭി നഹി ഥാ. അതായത് ഉദ്യോഗാർത്ഥികൾ ഇയാളെ നോക്കുന്നത് സഹതാപത്തോടു കൂടിയിട്ട് അല്ല, അവര് സ്വാർത്ഥതയോട് കൂടിയിട്ടും അഹങ്കാരത്തോട് കൂടിയിട്ടും ആണ് കിസാനെ നോക്കുന്നത്. ഒരു ഔദാര്യവും ഒരു സ്നേഹവും അവരുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയില്ല എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. लेकिन उसी समूह में एक ऐसा मनुष्य था जिसके हृदय में दया थी और साहस था. आज हॉकी खेलते हुए उसके पैरों में चोट लग गई थी. പക്ഷേ ആ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് നല്ല ധൈര്യവും ഇയാളോട് സഹതാപവും തോന്നിയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കാലുകൾക്ക് പരിക്കേറ്റിരുന്നു ഇന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലംഗടാത്തെ ഹുए धीरे धीरे चला आता अकस्मात उसकी निगाह गाड़ी पर पड़ी. ठिठक गए. उसे किसान की सूरत देखते ही सब बातें ज्ञात हो गई. डंडा एक किनारे रख दिया, कोट उतार डाला और किसान के पास जाकर बोला मैं तुम्हारी गाड़ी निकाल दूं. അതായത് അദ്ദേഹത്തിന് ഒരു മുറിവ് പറ്റിയത് കാരണം കൊണ്ട് തന്നെ നൊണ്ടി അല്ലെങ്കിൽ മുടന്തിയിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് കണ്ണുകൾ ഈ ഒരു വണ്ടിയിൽ പെടുക. ആ ഉദ്യോഗാർത്ഥിക്ക് കർഷകന്റെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് കോട്ട് മാറ്റി വെച്ച് കർഷകന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളെ സഹായിക്കണോ, നിങ്ങളുടെ ഈ വണ്ടി ഈ ഒരു ചതുപ്പിൽ നിന്ന് ഞാൻ മാറ്റണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കിസാനെ देखा एक गट्टे हुए बदन का लंबा आदमी सामने खड़ा है. झुक कर बोला हुजूर मैं आपसे कैसे कहूँ. युवक ने कहा मालूम होता है तुम यहाँ बड़ी देर से फंसे हो. अच्छा तुम गाड़ी पर जाकर बैलों को साधो, मैं पहियों को ढकेलता हूँ, अभी गाड़ी ऊपर चढ़ जाती है. അപ്പോൾ കിസാൻ നോക്കുന്ന സമയത്ത് വലിയൊരു ഹൈറ്റായിട്ടുള്ള ഒരു പൊക്കമുള്ള ഒരാൾ അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്, കുമ്പിട്ട് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട്, കുറേ നേരമായോ ഇവിടെ ഇങ്ങനെ കുടുങ്ങി കടന്നിട്ട്, ശരി നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ കാളകളെ പോയിട്ട് മുന്നോട്ട് നീക്കാൻ നോക്കൂ, ഞാൻ ചക്രങ്ങൾ തള്ളാമെന്ന് പറഞ്ഞ് അദ്ദേഹം സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. കിസാൻ ഗാഡി പർ ജാ ബേട്ട,
युवक ने पहिए को जोर लगाकर उकसाया। कीचड़ बहुत ज़्यादा था, यह घुटने तक जमीन में गड़ गया, ലേക്കിൻ ഹിമ്മത്ത് നഹാരി. അതായത് കർഷകൻ വണ്ടിയിൽ പോയിരുന്നു, യുവാവ് ശക്തിയായിട്ടുള്ള രീതിയിൽ ആ ചക്രങ്ങൾ തള്ളി എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ചളി ഒരുപാട് ഉള്ളത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് കാൽമുട്ട് വരെ ആ ചളിയിൽ പൂന്തി എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. ഹിമ്മത്ത് നഹാരി എന്ന് വെച്ചാൽ ധൈര്യം കൈവിട്ടില്ല. കർഷകൻ കാളകളെ വിളിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തപ്പോൾ ഉസ്നെ ഫിർ जोर किया, उधर किसान ने बैलों को ललकारा, बैलों को सहारा मिला, हिम्मत बंध गई, उन्होंने कंधे झुकाकर एक बार फिर जोर किया तो गाड़ी नाले में से ऊपर थी. അതായത് ഒന്നും കൂടി കാളകളെ വിളിച്ച് കാളകൾ മുന്നോട്ട് ആഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഈ യുവാവ് ആ ചക്രങ്ങളും തള്ളി അങ്ങനെ അഴുക്കുചാലിൽ നിന്ന് ആ വണ്ടി മുന്നോട്ട് മേലോട്ട് വരികയാണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്യങ്ങളിൽ. किसान युवक के सामने हाथ जोड़कर खड़ा हो गया, बोला महाराज आपने आज मुझे उभार लिया, नहीं तो सारी रात मुझे यहाँ बैठना पड़ता. കർഷകൻ കൈകൂപ്പി യുവാവിൻ്റെ മുൻപിൽ പോയിട്ട് നിന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് എന്നെ നിന്ന് രക്ഷിച്ചത്, അല്ലെങ്കിൽ രാത്രി മുഴുവൻ ഞാൻ ഇവിടെ കിടക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുവക് ने हंसकर कहा, अब मुझे कुछ इनाम देते हो? किसान ने गंभीर भाव से कहा, नारायण चाहेंगे तो दीवानी आपको ही मिलेगी. യുവാവ് പറഞ്ഞു, ഇനി എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തരുമോ എന്ന രീതിയിൽ ചോദിക്കുകയാണ് ചെയ്തത്. പക്ഷേ വയസ്സായ കർഷകൻ പറയുകയാണ്, നാരായൺ ചാഹെങ്കെ എന്ന് വെച്ചാൽ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും ദീവാനി ലഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. युवक ने किसान की तरफ गौर से देखा, उसके मन में एक संदेह हुआ, क्या यह सुजान सिंह तो नहीं है? आवाज़ मिलती है, चेहरा मोहरा भी वही है. അതായത് യുവാവിന് ഒരു സംശയം, ഇയാൾ സുജാൻ സിംഗ് ആണോ എന്നൊരു ഡൗട്ട് തോന്നുകയും സൗണ്ട് അതേപോലെയാണ്, മുഖവും രൂപവും ഏകദേശം അയാളുടെ പോലെ തന്നെയാണ് എന്ന് ഒരു ഡൗട്ട് തോന്നുകയാണ് യുവാവിന്. കിസാൻ ने भी उसकी ओर तीव्र दृष्टि से देखा. കർഷനും ഈ ഒരു യുവാവിനെ നല്ല രൂക്ഷമായിട്ടൊന്ന് നോക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷായദ് ഉസ്കെ ദിൽ കെ സന്ദേഹ കോ ഭാബ് ഗയ, മുസ്കുരാക്കർ ബോല, ഗഹരെ പാനി മേ പേട്നെ സേ ഹി മോത്തി മിൽത്താ ഹെ. അപ്പോൾ ഇയാൾ എന്നെ ഡൗട്ട് ചെയ്യുന്നുണ്ട് എന്ന് കർഷകനും മനസ്സിലായി, സുജാൻ സിംഗും മനസ്സിലാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർഷകൻ പറയുകയാണ്, ഗഹരെ പാനി മേ പേട്നെ സേ ഹി മോത്തി മിൽത്താ ഹെ. ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം ആഴത്തിലുള്ള വെള്ളത്തിൽ മുങ്ങി തപ്പിയാൽ മാത്രമേ മോത്തി അതായത് പേൾ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിദാൻ മഹീന पूरा हुआ, चुनाव का दिन आ पहुंचा. उम्मीदवार लोग प्रातःकाल ही से अपनी किस्मत का फैसला सुनने के लिए उत्सुक थे. दिन काटना पहाड़ हो गया. അതായത് ആ ഒരു മാസത്തെ ടെസ്റ്റ് മുഴുവൻ കഴിഞ്ഞു. ഉദ്യോഗാർത്ഥികൾ രാവിലെ മുതൽക്ക് എന്താണ് റിസൾട്ട് എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്, ആകാംക്ഷയിലാണ്. പകൽ ഫുള്ളും അവരുടെ എങ്ങനെയോ കടന്നുപോയി എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. എല്ലാവരുടെ മുഖത്തും ആകാംക്ഷയുണ്ട്. അതുപോലെ എല്ലാവർക്കും ഈ ഒരു दीवान पदवी കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. नहीं मालूम आज किसके नसीब जागेंगे, न जाने किस पर लक्ष्मी की कृपा दृष्टि होगी. ആരെയാണ് ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുക എന്ന് അറിയില്ല എന്ന് ഓരോരുത്തരും വിചാരിക്കുകയാണ്. ആരുടെ ഭാഗ്യമാണ് ഇന്ന് അവരെ സഹായിക്കാൻ പോകുന്നത് എന്ന് അറിയില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്ധ്യാസമയ രാജ സാഹബ് കാ ദർബാർ സജായ ഗയ. വൈകുന്നേരമാണ് കൊട്ടാരത്തിലെ ദർബാർ അലങ്കരിച്ചത്. ഷെഹർ കാ റईस और धनाढ्य लोग, राज्य के कर्मचारी और दरबारी तथा दीवानी के उम्मीदवारों का समूह सब रंग बिरंगी सजदन बनाए ദർബാർ മേ ആ വിരാജെ. ഉമ്മീദ്വാറോ കെ കലേജെ ധടക് രഹേ थे. അതപ്പോൾ ആ സമയത്ത് ഈ ദർബാറിലേക്ക് പണക്കാരായിട്ടുള്ള ആൾക്കാർ, ഈ ഉദ്യോഗാർത്ഥികൾ, സ്ഥലത്തെ തന്നെ ജീവനക്കാർ, പല ആൾക്കാരും ഈ ദർബാറിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോഴാണ് സർദാർ സുജൻ സിംഗ് ने खड़े होकर कहा, मेरी दीवानी के उम्मीदवार महाशयों, मैंने आप लोगों को जो कष्ट दिया है उसके लिए मुझे क्षमा कीजिए. इस पदवी के लिए ऐसे पुरुष की आवश्यकता थी जिसके हृदय में दया हो और साथ साथ आत्मबल. അതായത് സുജാൻ സിംഗ് അണിച്ചിട്ട് പറയുകയാണ്, ഈ ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇത്രയും ദിവസം കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഈ ഒരു പദവിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിരുന്ന ആളുടെ മനസ്സിൽ ആത്മവിശ്വാസം മാത്രമല്ല കരുണയും വേണമെന്ന് ആണ് കരുതിയിരുന്നത്. ഹൃദയ വോ ജോ ഉദാർ ഹോ, അതായത് ഉദാര മനസ്കനായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. ആത്മബൽ വഹ് ജോ ആപത്തി കാ വീരത കെ സാത്ത് സാമന കരെ ഓർ ഉസ് റിയാസത്ത് കാ സൗഭാഗ്യ സെ ഹമേ ऐसे പുരുഷ് മിൽ ഗए. അതായത് അതുപോലെ ആത്മവിശ്വാസത്തിൻ്റെ ഒപ്പം തന്നെ ധീരനായിരിക്കണം എന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക്, ഈ ഗുണങ്ങളെല്ലാം ഉള്ള ഒരാളെ ഞങ്ങൾക്ക് കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ऐसे गुण वाले संसार में कम है और जो है वे कीर्ति और मान के शिखर पर बैठे हुए हैं, उन तक हमारी पहुंच नहीं है. അതായത് ഇങ്ങനത്തെ ഗുണങ്ങളുള്ള ആൾക്കാർ ഈ ലോകത്തിൽ തന്നെ കുറവാണ്.
ആരാണോ ഇങ്ങനെ ഗുണങ്ങളുള്ള ആൾക്കാർ അവർ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ്. മേ റിയാസത്ത് കെ പണ്ഡിറ്റ് ജാൻകിനാഥ് സ ദീവാൻ പാനെ പർ ബധായി ദേതാ ഹൂം. അതായത് പണ്ഡിറ്റ് ജാൻകിനാഥ് ആണ് അടുത്ത ദീവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. रियासत के कर्मचारियों और रईसों ने जानकीनाथ की तरफ देखा. उम्मीदवारों की दल की आंखें उधर उठी, मगर उन आंखों में सत्कार था, उन आंखों में ईर्ष्या थी. എല്ലാവരും ജാൻകിനാഥിനെ നോക്കുകയാണ്. ആ സമയത്ത് ജാൻകിനാഥിനോട് ഉദ്യോഗാർത്ഥികൾക്ക് തോന്നുന്നത് ബഹുമാനം മാത്രമായിരുന്നില്ല, അസൂയയും തോന്നിയിരുന്നു എന്നാണ് ആ ഒരു വാക്കുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഈർഷ എന്ന് പറഞ്ഞാൽ അസൂയയാണ്. सरदार साहब ने फिर फरमाया, आप लोग को यह स्वीकार करने में कोई आपत्ति न होगी कि जो पुरुष स्वयं जख्मी होकर भी एक गरीब किसान की भरी हुई गाड़ी को दलदल में निकाल कर नाले से ऊपर चढ़ा दे, उसका हृदय में साहस, ആത്മബൽ और ഉദാരത का वास है. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരാളെ അംഗീകരിക്കുന്നതിൽ യാതൊരു തെറ്റുകളും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ജാൻകിനാഥ് പരിക്ക് പറ്റിയിട്ടും ഈ പാവം കർഷകനെ സഹായിക്കുകയാണ് ചെയ്തത്. അങ്ങനത്തെ ഒരാളാണ് നമ്മളുടെ അടുത്ത ദീവാൻ എന്ന് പറഞ്ഞ് മുഴുമിപ്പിക്കുകയാണ് സുജാൻ സിംഗ്. ऐसा आदमी गरीबों को कभी ना सताएगा. അങ്ങനെ ഉള്ള ഒരാൾ ഒരിക്കലും പാവങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദൃഢനിശ്ചയമുണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഹ ചാഹെ ധോക്കാ ഖാ ജായേ പരന്തു ധർമ്മ ഓർ ദയ സേ കഭി നാ ഹട്ടേഗ. അവന് ചിലപ്പോൾ വഞ്ചിക്കപ്പെടാം, പക്ഷേ ദയയിൽ നിന്നും നീതിയിൽ നിന്നും, അതായത് ദയ കാണിക്കുന്നതിൽ നിന്നും നീതി കാണിക്കുന്നതിൽ നിന്നും അദ്ദേഹം ഒരിക്കലും ചേഞ്ച് ആവില്ല എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥമായിട്ടുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഇതായിരുന്നു പരീക്ഷാ കഹാനിയുടെ ലൈൻ ടു ലൈൻ ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.